കാര്യങ്ങളിൽ തെറ്റു പറയാനില്ല. ഇപ്പം സംഭവിച്ചത് ഒരു മണ്ണിടിച്ചിൽ മാത്രമാണ്. അത് പൊട്ടിപ്പൊളിഞ്ഞ പാറക്കഷ്ണങ്ങളെല്ലാം മഴയത്ത് വെള്ളം കെട്ടി നിന്നിട്ടും വെള്ളത്തിന്റെ ഒഴുക്കിനൊത്ത് ചിത്രത്തിലേക്ക് പതിക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം 2 ദിവസം മുമ്പ് തന്നെ ഇത് ആരംഭിച്ച സമയത്ത് തന്നെ ഫിസിക്കലായിട്ട് വന്ന് ഇതിന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല. ഇന്ന് അദ്ദേഹം പറയുന്ന ഡെപ്യൂട്ടി കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെ ഒരു വ്യക്തിയല്ല. വ്യക്തി അവിടെ വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തഹസീൽദാറും ഡെപ്യൂട്ടി കളക്ടറും അടങ്ങുന്ന സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം മറുപടിയായിട്ട് പറയുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർക്കും തഹസീൽദാർക്കും തന്നെ തീരുമാനം എടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതിനെല്ലാത്തിനും തന്നെ ജില്ലാ കളക്ടറുടെ കൺകറൻസ് വാങ്ങിയാൽ മാത്രമേ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ആ തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ കോർഡിനേഷൻ കുറേയും കൂടെ വേഗത്തിലാക്കാമായിരുന്നു. അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ജില്ലയുടെ തലവൻ എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവുകൾ നൽകാമായിരുന്നു. അതിന് നേരിട്ട് നിയന്ത്രണം വഹിക്കാനും അതേപോലെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനുമായിരുന്നു. ഈ 2 ദിവസത്തെ വീഴ്ച എന്നുള്ളത് ശരിക്കും തെറ്റ് തന്നെയാണ്. അത് ജില്ലാ കളക്ടർ ഭാഗത്തു നിന്ന് വന്ന പാളിച്ചയാണ്. അത് നമുക്ക് ഒരിക്കലും തന്നെ അംഗീകരിക്കാനാവില്ല. അദ്ദേഹം എന്ത് ന്യായീകരണം പറഞ്ഞാൽ പോലും ഇത് ശരിയായ നടപടിയല്ല. ജില്ലാ കളക്ടർ ആദ്യം അവിടെ എത്തേണ്ട വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കോഴിക്കോട് ജില്ലാ തലവൻ എന്ന രീതിയിൽ അദ്ദേഹം അവിടെ വരേണ്ടത് ആവശ്യമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട്, മറ്റേ നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ആൾക്കാരുണ്ട്, അവരൊക്കെ ഉണ്ട്. അതേ അവസരത്തിൽ മേഘശ്രീ അല്ലെങ്കിൽ വയനാട് ജില്ലാ കളക്ടറും മറ്റും അവിടെ എത്തി. ഇത് ശരിക്കും കോഴിക്കോട് ജില്ലയുടെ പരിധിയിൽപ്പെട്ട കൺട്രോളിൽപ്പെട്ടതാണ് ഈ വയനാട് താമരശ്ശേരി ചുരം. അതിൽ എത്തിയിരിക്കുന്നത് വയനാട് കളക്ടറാണ്. അതേസമയം നമ്മളെ ജില്ലാ കളക്ടർ, കോഴിക്കോട് ജില്ലാ കളക്ടർ അവിടെ എത്തേണ്ടതായിരുന്നു. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാൽ ശരി, പൊതുജനം അത് വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. ഈ സിസ്റ്റത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. തീരുമാനം എടുക്കുന്നതിനും ഉത്തരവ് ഉത്തരവാദിത്വ നിർവഹണത്തിൽ ആ രീതിയിൽ ഒരു വീഴ്ച ഉണ്ടായിരുന്ന പോയിന്റാണ് അങ്ങ് ഉന്നയിക്കുന്നത്. ഇപ്പോ ഈ ചുരത്തിന്റെ, താമരശ്ശേരി ചുരത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഈ ബാദുഷയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ മഴ വരുമ്പോൾ മാത്രമാണ് ചുരത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു ചിന്തയോ ആധിയോ ഒക്കെ കയറി വരുന്നത്. കാലങ്ങളായി നമുക്ക് വഴിയും പാതയും ഒരുക്കുന്നുണ്ട് ആ ചുരം. ഏറ്റവും വലിയൊരു ലിങ്ക് റോഡ് എന്ന നിലയിൽ ആ വയനാട് ചുരം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ താമരശ്ശേരി ചുരത്തിൻ്റെ കാര്യത്തിൽ കുറെ കൂടി വിശദമായൊരു പഠനം, അതിൻ്റെ ഭാവിയെക്കുറിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് കുറെ കൂടി വിശദമായൊരു പഠനം വേണം. അതിന് ഒരു ആക്ഷൻ പ്ലാൻ വേണം എന്നൊക്കെ ബാദുഷ അടക്കം താങ്കളടക്കമുള്ള ആളുകൾ കുറെ കാലമായി അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത കുറെ കൂടി അധികരിക്കേണ്ട അല്ലെങ്കിൽ കുറെ കൂടി ഗൗരവതരത്തിൽ അക്കാര്യത്തിലേക്ക് ശ്രദ്ധ വേണ്ട ഒരു സ്ഥിതി എത്തിയിട്ടുണ്ടെന്ന് തോന്നലുണ്ടോ താങ്കൾക്ക്? ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വയനാട് ജില്ലയിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ നിന്നിരിക്കുന്നു. അതേ അവസരത്തിൽ ഇത് എന്നോ തന്നെ ഒരു വിദഗ്ധ സമിതി പഠനം നടത്തേണ്ട ഒരു ഘട്ടമാണ്. ജിയോളജിസ്റ്റുകളും അതേപോലെ തന്നെ ദേശീയ തലത്തിലുള്ള വിദഗ്ധരടങ്ങിയ ഒരു സംഘം ഇവിടെ കണ്ട് പഠിച്ചു ആവശ്യമായ സ്ഥലങ്ങളിൽ വീതി കൂട്ടാനുള്ള ഒരു അനുമതി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ഘട്ടമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു നടപടിക്രമം തന്നെ ഈ മുമ്പ് ഈ ചുരം റോഡിന് മാത്രം ഒരു PWD ഒരു വിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ അബോളിഷ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും അപകടം വരുമ്പം കുറച്ചാൾ ഓടി വരുന്നു. അതും ചുരം സംരക്ഷണ സമിതി പോലുള്ള സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരാണ് അവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കാര്യങ്ങൾ പലതും ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാറ് അവിടുത്തെ സമിതിയുടെ സാധാരണ പ്രവർത്തകരാണ്. ഇത് ഒരു വിദഗ്ധ പഠനം നടത്തി ഇവിടെ ഇതിന്റെ ന്യൂനതകൾ എന്താണ്, ഈ റോഡ് ഏത് രീതിയിൽ നമുക്ക് കാര്യക്ഷമമാക്കാം എന്നുള്ള പഠനം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടില്ല. ഇതിൽ ദേശീയ തലത്തിൽ വിദഗ്ധരുണ്ട്. നമ്മളെ ഹിമാലയത്തിലും മറ്റും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നല്ല റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അവരെ പോലുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പഠനം നടത്തുകയും ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുകയും വേണം. ഇങ്ങനെ അപകടം വരുമ്പോൾ 4 ആൾ കൂടുകയും ചർച്ച ചെയ്യുകയും. തീർച്ചയായും ശാശ്വതമായ പരിഹാരത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വരും കാലങ്ങളിൽ ഈ രീതിയിലുള്ള ഹെവി ലോഡ് കൊടുക്കാൻ കഴിയില്ല എന്ന ചിന്ത ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ കോഴിക്കോട് കുറ്റ്യാടി വഴിയുള്ള ഒരു ലിങ്കും മലപ്പുറം നാടുകാണി വഴിയുള്ള 2 ലിങ്കും ഉണ്ട്, ദൂരെ കൂടുതലുണ്ട്. അവിടെയാണ് നമ്മൾ ഈ തുരങ്കപ്പാതയുടെ സാധ്യത കാണുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കാൻ പോകുന്നു. സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ട് താനും. അപ്പോൾ ഈ തുരങ്കപ്പാതയുടെ ഒരു സാധ്യതകൾ
അത് നമുക്ക് എത്ര വേഗത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ സമയം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിങ്ക് റോഡുകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ വയനാട് യാത്രാ ദുരന്തത്തിന് അല്ലെങ്കിൽ ദുരിതത്തിന് പരിഹാരമായി നമ്മൾ നിർദ്ദേശിക്കുന്നുള്ളൂ. തുരങ്കപാത എന്നുള്ളത് ഈ മലയുടെ തന്നെ ഒരു ഭാഗം തന്നെയാണ്. കക്കാടംപൊയില് അല്ലെങ്കിൽ വെള്ളരിമല എന്നൊക്കെ പറയുന്നത് താമരശ്ശേരിയിലുള്ള അല്ലെങ്കിൽ ചുരം റോഡിലുള്ള മലകളുടെ ഒരു തുടർച്ച മാത്രമാണ്. അവിടെ ഇടിക്കുമ്പോൾ ഇവിടെ വീണ്ടും മലയിടിച്ചിലുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വെള്ളരിമല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം സംഭരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പ്രത്യേക ജീവികൾ നിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ മലയെ അചുംബിതമായി നിലനിർത്തേണ്ടത് ആവശ്യമാണ്. തുരങ്കപാത എന്നുള്ളത് നമ്മുടെ ഗതാഗത പ്രശ്നത്തിന് ഒരിക്കലും തന്നെ പരിഹാരമല്ല. ലിങ്ക് റോഡുകൾ വികസിപ്പിക്കുക, അതിന് വീതി കൂട്ടുക, അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ തുരങ്കപാത ഉണ്ടാക്കിയത് കൊണ്ട് കൂടുതൽ മലയിടിച്ചിലുകളോ നദിയിലെ വെള്ളം വറ്റുന്നതിനുള്ള സാധ്യത വരെ ചാലിയാറിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് പോലും ഇല്ലാതാവാം. വെള്ളരിമല പോലുള്ള മലകളിൽ ഏറ്റവും കൂടുതൽ ജലശേഖരമുള്ള സ്ഥലങ്ങളാണ്. ആ ജലശേഖര അല്ലെങ്കിൽ ജലസംഭരണ ശേഷിയെ ഇത് ബാധിക്കും. പശ്ചിമഘട്ടം എന്നുള്ളത് ജലഗോപുരം എന്നാണ് മാധവ് ഗാഡ്ഗിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ജലഗോപുരങ്ങളെ നശിപ്പിക്കുക വഴി നമ്മളെ നദികളുടെ ജലം ഇല്ലാതെയാവും. ഒരു വലിയ ഒരു തീവ്രമായ വരൾച്ചക്ക് പോലും ഈ തുരങ്കപാതയുടെ നിർമ്മാണം എത്തിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും തുരങ്കപാത എന്നുള്ളത് വയനാട്ടിലേക്കുള്ള ഗതാഗത പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമാകില്ല. ലിങ്ക് റോഡുകൾ വികസിപ്പിക്കുകയും ലിങ്ക് റോഡുകൾക്ക് ആവശ്യമായ ബലം കൂട്ടുകയും അതിലെ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വയനാട്ടിന്റെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ.